മകരവിളക്ക് മഹോത്സവത്തിന്റെ തിരക്കിലമർന്ന ശബരിമല ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. മകരവിളക്ക് ദിനത്തിൽ 35,000 പേർക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതി. ബുധനാഴ്ചയാണ് മകരവിളക്ക്. സന്നിധാനത്ത് നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മകരജ്യോതി ദർശിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും. മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. കർശനമായ നിയന്ത്രണങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉള്ളത്. അതായത് അതിന് തൊട്ട് മുൻപുള്ള ദിവസവും അതോടൊപ്പം തന്നെ അതിന് തൊട്ട് ശേഷമുള്ള ദിവസവും എല്ലാം തന്നെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തും. ഇങ്ങനെ കൃത്യമായി ഭക്തർക്ക് അവരുടെ എണ്ണം അടക്കം കൃത്യമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. 35,000 പേർക്ക് മാത്രമാണ് മകരവിളക്ക് ദിനത്തിൽ ഇവിടേക്ക് പ്രവേശനമുള്ളത്. അതിൽ തന്നെ 30,000 പേരെ വെർച്വൽ ക്യൂ വഴിയും 5,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുക. അതിന് തൊട്ട് തലേ ദിവസമായ നാളെ ഇവിടേക്ക് 40,000 പേർക്ക് പ്രവേശനം ഉണ്ട്. 35,000 പേരെ വെർച്വൽ ക്യൂ വഴിയും 5,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ഇവിടേക്ക് പ്രവേശിപ്പിക്കുക. അതിനുശേഷം 15-ാം തീയതി മുതലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 55,000 പേർക്കാണ് 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെ 55,000 പേർക്കാണ് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഒരു ദിവസം 50,000 പേരെ വെർച്വൽ ക്യൂ വഴിയും 5,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയും ഇവിടേക്ക് ദർശനത്തിന് അനുമതി നൽകും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടേക്ക് ദർശനത്തിന് എത്തുന്ന ഭക്തർ ഇവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു കാഴ്ചയും ഉണ്ട്. വിവിധ ഇടങ്ങളിൽ തമ്പടിച്ച് പർണശാല കെട്ടി അവർ ഇവിടെ തന്നെ തങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമുള്ള സ്വാമിമാരാണ് ഇവിടേക്ക് ഈ സമയത്ത് കൂടുതൽ എത്തുന്നത്. ഇപ്പോൾ ഇന്ന് അത്യാവശ്യം തിരക്ക് ശബരിമലയിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ കാര്യമായ തിരക്ക് ശബരിമലയിൽ ഉണ്ടായിട്ടില്ല. മകരവിളക്കിന് നട തുറന്ന ശേഷം വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരാഴ്ച അത്ര വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള ഒരു തിരക്ക് തന്നെ ശബരിമലയിൽ ഉണ്ട്. ഇതോടൊപ്പം തന്നെ തിരുവാഭരണ ഘോഷയാത്രയും പന്തളത്തു നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അത് ശരംകുത്തിയിൽ നാളെ സന്നിധാനത്തെ മകരവിളക്ക് ദിനത്തിലാണ് എത്തുക. ഉച്ചയ്ക്ക് ശേഷമാണ് സന്നിധാനത്ത് എത്തുക. 3:30 ഇവിടെ ശരംകുത്തിയിൽ സ്വീകരണം നൽകും. ഏകദേശം ദീപാരാധനയ്ക്ക് തൊട്ട് മുൻപായി ഇവിടെ സന്നിധാനത്ത് എത്തും. അതിനുശേഷം ആണ് ദീപാരാധന ഉണ്ടാവുക. എന്തായാലും മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സന്നിധാനവും പരിസരവും എല്ലാം തന്നെ.